ദൈവനാമം മഹത്വപ്പെടട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസിനി വിശ്വാസികളുടെ സമൂഹമേ, കുഞ്ഞുങ്ങളെ, നിങ്ങളെ ഏവരെയും വളരെ സ്നേഹത്തോടെ വിനയത്തോടെ പ്രഭാതത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ധ്യാനവിഷയം സ്ത്രീ ശക്തീകരണം വേണമോ, അതിൻ്റെ ആവശ്യം എന്ത്? സ്ത്രീ ശക്തീകരണം വേണമോ, അതിൻ്റെ ആവശ്യം എന്ത്? 562 എപ്പിസോഡ് ഇന്ന് പബ്ലിഷ് ചെയ്യുന്നതിനായി ദൈവത്തിൽ ശരണപ്പെടുന്നു. ജനുവരി 1 മുതൽ നോക്കുമ്പോൾ നാം ഇന്ന് 191 ദിവസത്തിലേക്ക് കടന്നിരിക്കുന്നു. ദൈവം നമുക്ക് തന്നിരിക്കുന്നതായ എല്ലാ കൃപാവരങ്ങൾക്കു വേണ്ടി അവന് നന്ദി അർപ്പിക്കുകയും സ്തോത്രം പാടുകയും ചെയ്യുന്നവർ ദൈവാനുഗ്രഹമുള്ളവരായിരിക്കും എന്ന് മാത്രം ഈ അവസരത്തിൽ ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ ഈ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. സ്ത്രീ ശക്തീകരണം സാമൂഹിക മാറ്റത്തിലേക്ക് നയിക്കുവാൻ പ്രാപ്തമായ സമഗ്രമായ വ്യക്തിത്വം സമാർജിക്കുന്ന പ്രക്രിയയാണ് ശക്തീകരണം. ശക്തീകരണം ശക്തമല്ലാത്തതിനെ ശക്തമാക്കുക എന്നതാണ്. ശക്തം എന്ന വിശേഷത്തിൽ നിന്നും ശക്തീകരണം മാധ്യമങ്ങളിലെ ശാക്തീകരണ പ്രയോഗത്തിൽ നഷ്ടപ്പെടുന്നത് ശക്തീകരണമാണ്. വ്യക്താന്തര സ്ഥാപന തലങ്ങളിൽ നിലനിൽക്കുന്ന അധികാരത്തെ തിരിച്ചറിയുവാനും രൂപാന്തരപ്പെടുത്തുവാനും കഴിയുന്നതാണ് ശക്തീകരണ ദർശനം. ഇത് സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെടുന്നവരുടെ വികസനം ലക്ഷ്യമിടുന്നു. ശക്തീകരണത്തിൽ സ്വയം കണ്ടെത്തലുകൾക്ക് പ്രാധാന്യം നൽകുന്നു. സ്വയത്തിൽ നിന്നും അഥവാ ഉന്മയിൽ നിന്നും പ്രവഹിക്കുന്ന ശക്തിയെ കേന്ദ്രീകരിക്കുന്നു. ഒരാളുടെ അന്തസ്സ്, അധികാരം, ശക്തി, കഴിവ്, തിരഞ്ഞെടുക്കപ്പെടുവാനുള്ള സ്വാതന്ത്ര്യം, പ്രവർത്തനാവകാശം തുടങ്ങിയവ മൗലിക ധർമ്മങ്ങൾ പാലിക്കപ്പെടുവാൻ ശ്രദ്ധിക്കുന്നു. സ്ത്രീയിൽ അന്തർലീനമായ കഴിവ്, സ്വർഗപ്രതിഭ, ആർജിച്ചിട്ടുള്ള പ്രാവീണ്യം എന്നിവ പൂർണ്ണമായും പ്രകാശിപ്പിക്കുവാനുള്ള അവകാശവും അവസരവും സ്ത്രീ ശക്തീകരണത്തിൽ ലഭിക്കുന്നു. ഇത് സ്ത്രീയെ സമ്പൂർണവും യാഥാർത്ഥ്യവുമായ ശക്തീകരണ ദൗത്യത്തിലേക്ക് സ്വയം പര്യാപ്തമാക്കുന്നു. സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ തലങ്ങളിലുള്ള അനീതിയെ ചെറുക്കുവാനും തിരുത്തുവാനും ശക്തീകരണം സഹായിക്കുന്നു. സ്ത്രീയെ പാർശ്വവൽക്കരിക്കുകയും സ്ത്രീ വിവേചനം നിലനിർത്തുകയും ചെയ്യുന്ന സാമൂഹിക സഭാ തലങ്ങളെ ശുദ്ധീകരിക്കുവാൻ ഇത് ചാലക ശക്തി ആയിത്തീരുന്നു. സ്ത്രീ ശക്തീകരണത്തിൻ്റെ അടിസ്ഥാന തത്വം സ്വയം ശക്തിപ്പെടുക എന്നതാണ്. തന്നിലുള്ള ശക്തിയെ തിരിച്ചറിഞ്ഞ് ഫലപ്രദമായി വിനിയോഗിക്കുവാനുള്ള കരുത്ത് നേടുക എന്ന പ്രക്രിയയാണ് സ്ത്രീ ശക്തീകരണം. ശക്തീകരണ പ്രക്രിയയുടെ അടിസ്ഥാനം വ്യക്തികളിൽ കേന്ദ്രീകൃതമാണ്. ഒരാളുടെ ജീവിതത്തെ സമഗ്രമായി സ്വയം തിരിച്ചറിയുവാനും നന്മയുടെ മാറ്റത്തിലേക്ക് നയിക്കുവാനും നിയന്ത്രിക്കുവാനും ഇതുവഴി സാധിക്കുന്നു. അതിനാൽ ശക്തീകരണത്തിൻ്റെ അടിത്തറ വ്യക്തികളുടെ സ്വയാവബോധവും സാമൂഹിക മാറ്റത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുമാണ്. ശക്തീകരണ സിദ്ധാന്തങ്ങൾ ഒരാൾ സ്വയം കരുത്താർജിക്കുകയോ മറ്റൊരാളോ സമൂഹമോ കരുത്ത് പകരുകയോ ചെയ്യുന്നു. വിഭവങ്ങളുടെ മേലും സാധ്യതകളുടെ മേലും ബോധപൂർവമായി ഇടപെട്ട് ശക്തീകരണം സുസാധ്യമാക്കുകയാണ് ലക്ഷ്യം. ശക്തീകരണ ദർശനത്തിൽ സാഹചര്യങ്ങളെ എങ്ങനെ സ്വയം അതിജീവിക്കാമെന്നും പഠിപ്പിക്കുന്നു. ഭൗതികവും സാംസ്കാരികവും മാനസികവും ആധ്യാത്മികവും രാഷ്ട്രീയവും സാമ്പത്തികവുമായ ഘടകങ്ങൾ ശക്തീകരണ നിർവചനങ്ങൾക്ക് ഉണ്ടാകണം. ആരുടെ ശക്തീകരണം, എന്തിനുള്ള ശക്തീകരണം, എങ്ങനെയുള്ള ശക്തീകരണം തുടങ്ങിയ അടിസ്ഥാന ചോദ്യങ്ങൾക്ക് ഉത്തരവും ലഭ്യമാക്കണം. സാമൂഹിക തലങ്ങളിൽ ശബ്ദവും ശക്തിയും തിരസ്കൃതമായ ജനതയുടെ ശക്തീകരണമാണ് വേണ്ടത്. അധികാരത്തിലേക്കുള്ള യാത്രയാണിത്. അധികാരത്തിലേക്കുള്ള മാർഗത്തെ തടയുന്ന ഘടകങ്ങളെയും പോയ്മകളെയും പ്രതിരോധിക്കുവാനും രൂപാന്തരപ്പെടുത്തുവാനുമുള്ള യുക്തിയും ബുദ്ധിയും ശക്തീകരണ പ്രക്രിയയിൽ ഉൾക്കൊള്ളണം. വനിതാ ദിനാഘോഷം ആരംഭിച്ചിട്ട് 1 നൂറ്റാണ്ട് കഴിഞ്ഞെങ്കിലും സ്ത്രീ ശക്തീകരണം, സ്ത്രീ വിമോചനം, സ്ത്രീ സ്വാതന്ത്ര്യം, സ്ത്രീ പ്രാതിനിധ്യം, സ്ത്രീ സുരക്ഷ തുടങ്ങിയ ചിന്താധാരകൾ വികസിക്കുന്നത് 1975 ആഗോളതലത്തിൽ വനിതാ ദശകമായി UN പ്രഖ്യാപിച്ചതു മുതലാണ്. പുരുഷന്മാർക്ക് ഒപ്പം സ്ത്രീകൾക്കും പങ്കാളിത്തം ലഭിക്കുന്നതിനുള്ള അവകാശ പോരാട്ടം നവീകരണ സഭയുടെ ആവിർഭാവത്തോടുകൂടി ആരംഭിച്ചതാണ്. സ്ത്രീകൾ നടത്തിയ അവകാശ സമരത്തിൻ്റെയും പോരാട്ടത്തിൻ്റെയും വിജയമാണ് സ്ത്രീശക്തി.
പണിശാലകളിൽ ദീർഘമായ ജോലിക്കും മുതലാളിത്ത പീഡനത്തിനുമെതിരായുള്ള പോരാട്ടത്തിന്റെ ഫലമാണ് സ്ത്രീകൾക്ക് ലഭ്യമായ തൊഴിലും പദവിയും. രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക രംഗത്ത് സ്ത്രീകൾക്ക് ലഭിച്ച അംഗീകാരത്തിൽ അനവധി സ്ത്രീകളുടെ കണ്ണുനീരിന്റെ നനവും പീഡനത്തിന്റെ വേദനകളുമുണ്ട്. കുടുംബങ്ങൾക്കും സമൂഹത്തിനും ലഭ്യമായ സാമ്പത്തിക മുന്നേറ്റത്തിൽ സ്ത്രീകളുടെ അധ്വാനവും അനവധിയാണ്. അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്കുള്ള സ്ത്രീകളുടെ കുതിപ്പ് കുടുംബ സാമൂഹിക ജീവിതത്തിൽ പുത്തൻ വഴി തുറന്നു. സ്ത്രീകൾക്ക് ലഭ്യമായ ഉന്നത വിദ്യാഭ്യാസവും വിദേശ ജോലിയും സാമൂഹിക മാറ്റത്തിന് പങ്ക് വളരെ നിർണായകമായി വഹിച്ചു എന്ന് നമുക്കേവർക്കും അറിയാം. എങ്കിലും സമൂഹത്തിലും കുടുംബത്തിലും സ്ത്രീ ശാക്തീകരണത്തിന്റെ പാഠങ്ങൾ കുറവാണ്. ആയിരങ്ങൾ കൂടുന്ന സ്ത്രീ യോഗങ്ങളിൽ സ്ത്രീയെ കീഴ്പ്പെടുത്തുന്ന, നിശബ്ദമാക്കുന്ന അധികാരത്തിന്റെ വ്യാഖ്യാന തന്ത്രങ്ങളാണ് രീതിശാസ്ത്രം. സ്ത്രീകൾക്കായി സാമൂഹിക സുരക്ഷിതത്വം സൃഷ്ടിക്കുവാൻ കഴിയുന്നുണ്ടോ എന്ന് നാം ഓരോരുത്തരും ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട്. ലിംഗസമത്വത്തിന്റെ അതിവേഗ മുന്നേറ്റങ്ങളിൽ സ്ത്രീ സുരക്ഷയ്ക്കും സ്ത്രീ ശക്തിക്കും ബോധപൂർവമായ ശ്രമങ്ങൾ ഉണ്ടാകണം. സ്ത്രീ ശാക്തീകരണ പ്രക്രിയയിൽ സ്ത്രീകൾ സ്വയം ശക്തീകരിക്കപ്പെടണം. അതിനുള്ള വഴിയും വെളിച്ചവും പകരുവാനുള്ള ഉത്തരവാദിത്വം കുടുംബങ്ങളിൽ ആരംഭിക്കണം. അതിനായി എനിക്ക് പറയുവാനുള്ളത് ഇത് മാത്രമേ ഉള്ളൂ. കുടുംബങ്ങളിൽ നമ്മൾ കാണിക്കുന്ന ഭേദഭാവങ്ങൾ അത് ഒന്ന് മാറ്റി പിടിച്ചു കഴിഞ്ഞാൽ എല്ലാം ശരിയാവും. അതായത് ആൺകുട്ടിക്കും പെൺകുട്ടിക്കും ഒരേ സ്ഥാനം വീട്ടിൽ കൊടുക്കുകയും അവരെ രണ്ടുപേർക്കും ഒരേ രീതിയിലുള്ള വിദ്യാഭ്യാസം കൊടുക്കുകയും ചെയ്തു കഴിയുമ്പോൾ മാറാനുള്ള കാര്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്ന് നോർത്ത് ഇന്ത്യയിൽ അനുഭവിക്കുന്നതായ അതായത് പെൺകുട്ടികൾക്ക് ഇപ്പോഴും എല്ലാ സ്ഥലങ്ങളിലും, അതായത് എവരി നൂക്ക് ആൻഡ് കോർണറിൽ ഇപ്പോഴും അവർക്ക് പഠിക്കുന്നതിനുള്ള അവകാശം ഇല്ലാതെ കഴിയുന്നു. എന്നാൽ നമ്മുടെ കേരളത്തിൽ ജനിച്ച പെൺകുട്ടികൾ വളരെ ഭാഗ്യമുള്ളവരാണ്. കാരണം അവർക്ക് എല്ലാവിധ സ്വാതന്ത്ര്യവും ലഭിച്ചിട്ടുണ്ട്. എന്നാൽ അല്പം കൂടി സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടിയിട്ട് നമ്മുടെ കുടുംബങ്ങളിൽ നിന്നും അവർക്ക് അല്പം കൂടി സപ്പോർട്ട് ആവശ്യമുണ്ട്. കാരണം അത് സമത്വമാണ് വേണ്ടത്. ആ അധികാരം അവരുടെ ഉള്ളിൽ ആദ്യമേ തന്നെ അങ്കുരിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ മറ്റ് വീട്ടിലേക്ക്, അതായത് അവൾ വിവാഹം കഴിച്ച് ചെല്ലുന്ന വീട്ടിലും അവൾക്ക് പിടിച്ചു നിൽക്കുവാൻ സാധിക്കും. ആരെയും ആവശ്യമില്ലാതെ ഭരിക്കുവാനല്ല പറയുന്നത്, പിന്നെയോ അവളുടെ അവകാശം അവൾക്ക് നേടിയെടുക്കുവാൻ വേണ്ടി അവൾ വളരെ സ്നേഹത്തോടെ ഇടപെടുകയാണ് വേണ്ടത്. അതായത് ചുണ്ടത്ത് ചിരിയും തന്മയത്തമായ സംസാരവും ഉള്ള ഒരു സ്ത്രീക്ക് എപ്പോഴും അവൾ ശാലീന സുന്ദരിയായിരിക്കും എന്നത് അവൾ ജനിച്ചു വളർന്ന വീട്ടിൽ തന്നെ മനസ്സിലാക്കിയതിന് ശേഷം അവൾ ഭർത്തൃഭവനത്തിലേക്ക് ചെന്നു കഴിഞ്ഞാൽ അവിടെയുള്ള മാതാപിതാക്കളെ അവളുടെ മാതാപിതാക്കളായി കാണുകയും അവിടെ ഭർത്താവിനെ അവിടെ ജീവൻ സാത്തി ആയി, അതായത് അവളുടെ ജീവിത പങ്കാളിയായി അവനെ കാണുകയും അവൻ അവളെ ഒപ്പം കാണുകയും അവളെ അംഗീകരിക്കുകയും അവളെ ബഹുമാനിക്കുകയും ചെയ്യുന്നുവെങ്കിൽ ഈ സ്ത്രീ ശാക്തീകരണം അവിടെ വളരെ ഭദ്രമായിരിക്കും. അതിനാൽ നാം ഓരോരുത്തരും അതിനുവേണ്ടി അല്പം കൂടി നമ്മുടെ മനസ്സിനെ ഒന്ന് മാറ്റിപ്പിടിക്കേണ്ടതുണ്ട് എന്ന് മാത്രമേ അവസരത്തിൽ ഓർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ ബൈബിൾ വായിക്കുന്ന അവസരത്തിൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. യേശു ക്രിസ്തു പരസ്യ ശുശ്രൂഷയിൽ വന്നപ്പോൾ അന്ന് സ്ത്രീകൾക്കുണ്ടായിരുന്ന അവഹേളനയും അവരെ സമൂഹത്തിൽ നിന്നും മാറ്റി നിർത്തിയിരുന്നതുമായ ആ സ്ഥിതിയിൽ നിന്നും മാറ്റം വരുത്തുന്നതിന് വേണ്ടിയിട്ട് യേശു ക്രിസ്തു പ്രവർത്തിച്ചതായി സുവിശേഷങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. അതായത് യഹൂദന്മാരും റോമ ഭരണ അധികാരികളും അന്ന് സ്ത്രീകൾക്ക് യാതൊരു വിലയും കൽപ്പിച്ചിരുന്നില്ല. എന്നാൽ യേശു ക്രിസ്തു അവർക്ക് അധികാരങ്ങളും അവകാശങ്ങളും കൊടുപ്പിക്കുന്നതിന് വേണ്ടിയും അവരെ സമത്വത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടും ശ്രമിച്ചതായി നാം കാണുന്നുണ്ട്. അവസാനം വരെ ആ കർത്താവായ യേശു ക്രിസ്തു അതിനു വേണ്ടിയിട്ട് ശ്രമിക്കുകയും ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരികയും ചെയ്തു. അതായത് നമ്മൾ മനസ്സിലാക്കി, നമ്മളും നമ്മളുടെ കുടുംബത്തിൽ ജനിക്കുന്ന പെൺകുട്ടികൾക്ക് അവരുടേതായ ഒരു സ്റ്റാറ്റസ്, അവരുടേതായ ഒരു അന്തസ് നമ്മൾ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർ സമൂഹത്തിൽ പീഡിപ്പിക്കപ്പെടാതെ അവർക്ക് ജീവിക്കുവാൻ സാധിക്കും.
അതിന് വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും ദൈവത്തിൽ ശരണപ്പെടാമെന്ന് മാത്രമേ ഈ അവസരത്തിൽ ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.